ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്നേ. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ്. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ പോകുമ്പോൾ എനിക്ക് ചേട്ടൻ ഫുഡൊക്കെ കൊണ്ടു തരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. പാലാച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ പുറത്ത് കൊടുക്കാറില്ല, എനിക്കെന്തോ തൃപ്തി വരാറില്ല പുറത്ത് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ വീട്ടിലിപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പണിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റെയറൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ, എന്തോരായി എത്രയായി എന്നൊക്കെ. ഞാൻ ശരിക്കും കണ്ടില്ല, ഒന്ന് പോയി നോക്കിയിട്ടെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീട്. അവിടെ ഒരു പപ്പിയുണ്ട്, ഒരു ഡോഗുണ്ട്, നല്ല രസമാണ്. അവൻ ഭയങ്കര പെണ്ണാണ് കേട്ടോ, അവളെപ്പോഴും ഭയങ്കര ശല്യമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങുകയാണ്. ഞാൻ ആ തുണിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമുക്ക് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക, നിരപ്പ് ആയിരുന്നില്ല, ഫുള്ള് മണ്ണും കുറേ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീനാക്കി മുറ്റത്ത് നമ്മൾ മറ്റേ ഈ മിറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇനിയും കുറച്ച് മതിലൊക്കെ കെട്ടാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി, ഇനിയും പുറത്ത് ഇനിയും കുറച്ചും കൂടി പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ആ തെങ്ങ് ആദ്യം കളയണമെന്നാണ് വിചാരിച്ചു, പക്ഷേ കളഞ്ഞില്ല കേട്ടോ. നമുക്ക് ആകെ ഉള്ള മുറ്റത്തുള്ള ആകെയുള്ള മരം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കളഞ്ഞില്ല, അതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായി. പിന്നെ അപ്പോൾ അതിൻ്റെ ചുറ്റിനും ഒരു ചെറിയൊരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങനെ സ്പേസ് ആക്കി ഇട്ടേക്കണേ. പിന്നെ സൈഡിൽ കുറച്ച് മതിലൊക്കെ കെട്ടാനുണ്ട്. ഒരുപാട് പൊക്കത്തിലല്ല നമ്മൾ കെട്ടുന്നത്, നമ്മുടെ ഒരു പകുതി, കുറച്ചൊരു 4 കട്ടയൊക്കെ നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഹൈറ്റിൽ കെട്ടണമെന്നാണ് കേട്ടോ. പിന്നെ അലക്കല് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിൻ്റെ പണിയൊക്കെ നടക്കും. ഇപ്പോൾ ആ ഒരു മുറ്റമൊക്കെ നിരപ്പാക്കിയിട്ട് മിറ്റിലൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. പിന്നെ ഓരോ പണി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതെങ്ങനെയാണ് പറയാമെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. നമുക്കിങ്ങനെ ഓരോ ഇതിൽ കാണുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോരോ മാറ്റങ്ങളാണല്ലോ, അപ്പോൾ അത് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ വീട്. പക്ഷേ ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ടായി. ഒരുവിധം ഫുൾ അലമ്പായി കിടക്കായിരുന്നു, പൊടിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല കുറേ അടിച്ച് വരാനുണ്ടായിരുന്നു, കുറേ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിലേക്കാട്ടിലും നല്ല അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം അന്ന് ഞാൻ എങ്ങനെയാണ് എന്തോരം ക്ലീനാക്കിയോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പം ഫുള്ള് പൊടി അഴുക്കൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതേ കണ്ടോ, ഞാൻ അന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്. ഇപ്പോൾ ഫുൾ അലമ്പായി. ഇപ്പോൾ അകത്ത് നമുക്ക് വെൽഡിങ് ഒക്കെ നടക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ ഇരുമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഹസ്ബൻഡ് അവിടെ നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ വാതിലൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വാതിലിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ മരത്തിൻ്റെ കുറേ പൊടികൾ അത് കിടക്കുന്നുണ്ട്. പിന്നെ വെൽഡിങ് ചെയ്യുന്നതിൻ്റെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളും അവരത് മുറിക്കുമ്പോൾ ഉള്ള പൊടികളും ഒക്കെ ആയിട്ട് കുറേ അങ്ങനെ ഇരുമ്പിൻ്റെ പൊടികൾ പോലത്തെ അങ്ങനത്തെ കുറേ പൊടികൾ അതങ്ങനെയുണ്ട്. അങ്ങനെ ഫുള്ള് മൊത്തത്തിൽ അലമ്പായി കിടക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ഭിത്തിയിൽ നമ്മുടെ ജനലിൻ്റെ കമ്പികളിലെ ഇടയിലുള്ള കുറേ കമ്പികൾ അങ്ങനത്തെ സാധനം, അതിലൊക്കെ നിറയെ പൊടികളാണ്. അതെനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. കാരണം നമുക്ക് ഹൗസ് വാമിങ് ആകുമ്പോൾ നല്ല പണിയായിരിക്കും. എന്തോരം ക്ലീൻ, നമ്മൾ മുക്കും മൂലയൊക്കെ ഫുൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ കൈ ഇപ്പോൾ ഭിത്തിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ പൊടികൾ ഇങ്ങനെ പറന്ന് പറ്റി പിടിച്ചൊക്കെ ഇരിക്കില്ലേ, അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല. അതെങ്ങനെ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുക, ഞങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യാനുള്ളൂ. ക്ലീൻ ചെയ്യാനാണെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടും വേണം ചെയ്യാൻ. അന്ന് തന്നെ വന്നിട്ട് കുറേ പൊടി ഉണ്ടായിരുന്നു. ഒരു വിധത്തിലാണ് അതൊക്കെ ഒതുക്കിപ്പറക്കി വെച്ചത്. ഞാൻ വന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി കേട്ടോ. എല്ലാ മുറിയിലും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് അടിച്ച് വാരി, അത്ര ക്ലീനായിട്ടല്ല, കുറച്ചൊക്കെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പേപ്പറുകളും പിന്നെ മരത്തിൻ്റെ പൊടികളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പണിക്കാരെ ഇച്ചിരി കുറച്ച് നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന ടൈമിലായിരിക്കും ഞാൻ പോയിട്ട് അടിച്ച് വാരി എല്ലാം വാരി പുറത്തേക്ക് കളയുന്നത്, അല്ലെങ്കിൽ ആകെ അലമ്പായി കിടക്കില്ലേ. അപ്പം കുറച്ച് കൊണ്ടുപോയി ക്ലീനാക്കി. ഞാനങ്ങനെ ഒരുവിധമൊക്കെ ഒന്ന് ക്ലീനാക്കി, അത്ര ക്ലീനല്ല എന്നാലും ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു മനസ്സിനൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഞാനതെപ്പോഴും വിചാരിക്കും, നല്ല ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട്
ക്ലീൻ ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കാരണം നമ്മൾ താഴെ വൈറ്റ് ടൈലാണ് ഒട്ടിച്ചേക്കണേ, അതിലൊരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല വൈറ്റാണ്. അതുകൊണ്ട് വീട് റൂമിലുള്ളിലും ഹാളിലും എല്ലായിടത്തും നമ്മൾ വൈറ്റാണ്. അപ്പം അതുകൊണ്ട് നല്ലോണം വെട്ടം കിട്ടും റൂമിലേക്ക്. ഭിത്തിയും വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ല വെട്ടം കിട്ടും. വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും 4 മണിയായി. അപ്പോൾ 4 മണിക്ക് അവർക്ക് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പണി ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാനും അവരുടെ കൂട്ടത്തിൽ ചായ കുടിക്കാനായിട്ടിരുന്നു. കട്ടൻ ചായയും പഴംപൊരിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായാലും പിന്നെ മരപ്പണിക്കായാലും ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്. പിന്നെ നമ്മുടെ അടുക്കളയിലാണെങ്കിൽ ഇപ്പോൾ കബോർഡൊക്കെ ചെയ്തു കേട്ടോ. അന്ന് ഞാൻ കാണിച്ചിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പം നമുക്കൊരുവിധം കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈലൊക്കെ മുകളിൽ ഗ്രാനൈറ്റ് ഇടാനുണ്ടായിരുന്നു, ഗ്രാനൈറ്റൊക്കെ ഇട്ടു. ഗ്രാനൈറ്റിൽ മുകളിലൊക്കെ നല്ല പൊടിയാണ്. നമ്മളിങ്ങനെ ഇനി നോക്കുമ്പം കാണില്ല, പ്ലെയിനായിട്ട് തോന്നുള്ളൂ, പക്ഷെ അതിൽ നിറയെ പൊടിയുണ്ട്. കണ്ടോ, ഈ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് കിടക്കുക. അത്രയ്ക്ക് പൊടിയുണ്ട്. അതിൻ്റെ ശരിക്കുള്ള കളർ കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്, പക്ഷെ പൊടി വീണ് കിടന്നിട്ട് കളർ അറിയണില്ലല്ലോ. വർക്ക് ഏരിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അന്നുണ്ടായിരുന്നത് തന്നെ ഉള്ളൂ. അന്നും അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വിറകടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പൊടികളൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തേക്ക് നമ്മൾ മുറ്റത്ത് മതിൽ കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അത് മുറ്റത്ത് കുറച്ച് പകുതി വരെ മതിൽ കെട്ടിയിട്ടുണ്ട്, ബാക്കി ഇനിയും കെട്ടാനുണ്ട്. അത് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കേട്ടോ നമ്മുടെ പഴയ വീട്, തറവാട് വീടെന്ന് പറയുന്നത് അതാണ്. അവിടെയൊക്കെ ആകെ അലമ്പായി കിടക്കും. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരു ദിവസമൊന്നും പോരാൻ തോന്നുന്നു, നല്ലോണം പണിയുണ്ട്. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ നിലവിലത്തെ കബോർഡ് പണി അങ്ങനെ സ്റ്റെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മതിലൊക്കെ കെട്ടി മുറ്റമൊക്കെ സെറ്റാക്കുന്നുണ്ട്. നമുക്ക് ചെറിയ മുറ്റാണ് കേട്ടോ, എനിക്കതില്ലെങ്കിലും ചെറിയ മുറ്റാണ് ഇഷ്ടം. അതാകുമ്പോൾ ഒരുപാട് അടിച്ചു തരണ്ടല്ലോ. അപ്പോൾ ഒന്നാമത് ടൈമില്ല, അപ്പോൾ പിന്നെ കുറച്ച് മുറ്റം മതി എന്ന് വെച്ചിട്ട് നമ്മൾ സൈഡ് ഫുള്ള് മുറ്റം തിരിച്ചിട്ടുണ്ട്. മുറ്റം ഒരു കുഞ്ഞ് പറമ്പ് പോലെ സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പറമ്പ് പിന്നെ കുറച്ച് ചെറിയ മുറ്റം അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇറയത്ത് വന്ന് ഇരുന്നിട്ടാ കുറച്ച് നേരം. അങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് രണ്ടാൾക്കും. എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയങ്കരല്ലേ. അങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുകയാണ്. പിന്നെ കുറേ നാളത്തെ ആഗ്രഹിച്ച് നമ്മൾ ചെയ്തൊരു ഇതാണല്ലോ, നമ്മളുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് ഒരുവിധം ആയി. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് നമ്മളങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളീ പറയണതൊക്കെ മുറ്റത്ത് ചെടി വയ്ക്കണ കാര്യങ്ങളും, അവിടെ ഇന്ന ചെടി വയ്ക്കണം, നമുക്ക് അവിടെ ഒരു പ്ലാവ് വയ്ക്കണം, മാവ് വയ്ക്കണം, ഇവിടെ ചെടി വയ്ക്കണം. അപ്പോൾ ചേട്ടൻ പറയും അവിടെ വയ്ക്കണ്ട, ഇവിടെ വെച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓരോന്നും പറയാണ്. പിന്നെ മുറ്റത്ത് നമ്മൾ ടൈലല്ല അതിന് കല്ല് വിരിക്കില്ലേ, ഈ കല്ല് മീൻസ് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ നമുക്കിങ്ങനെ കിട്ടുമല്ലോ, എന്താ അതിന് പറയുന്നത്, കല്ല് വിരിക്കാന്നല്ലേ പറയാം. അത് വിരിക്കുന്ന കാര്യം പറയണ്ട. അപ്പോൾ എനിക്ക് ഫുള്ള് വിരിക്കണമെന്ന് താല്പര്യമില്ല, കാരണം വെള്ളം താഴത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുള്ള് വേണ്ട, കുറച്ച് മതി, നമുക്ക് നടന്നെത്താവുന്ന രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറയാണ്. പിന്നെ ഇവിടെ ഫുള്ള് ഞങ്ങൾക്ക് സിറ്റൗട്ടിൽ ഫുള്ള് വെയിലാട്ടോ, ഒരു മരങ്ങളും ഇല്ല. അതുകൊണ്ട് നല്ലോണം വെയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വെയിൽ കണ്ട് നല്ല ചൂടുമാണ്. ഇപ്പോഴത്തെ ചൂട് പറയണ്ടായല്ലോ, അപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണം അവിടെ എങ്ങും ഞങ്ങൾക്ക് മരം വെക്കാനുള്ള വെച്ചാൽ തണൽ കിട്ടുന്ന രീതിയിൽ മരം വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല ശരിക്കും. ആകെയുള്ളത് അപ്പുറത്തെ സൈഡിലത്തെ തെങ്ങൊക്കെ നിൽക്കുന്ന സൈഡിൽ മാത്രമേ ഉള്ളൂ. അവിടെ 1-2 മരം ഒരു ചെറിയ മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കുറച്ച് തണൽ കിട്ടും. പക്ഷേ ഈ നമ്മുടെ സിറ്റൗട്ടിൻ്റെ അവിടേക്ക് തണൽ കിട്ടില്ല, അത്രയ്ക്ക് വെയിലുണ്ടാവും. അപ്പോൾ അവിടെ ഇനി വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള ഗ്യാപ്പില്ല ശരിക്കും, മുറ്റം ചെറുതാണല്ലോ നമുക്ക്, അതുകൊണ്ട് സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ പറമ്പ് പോലെ ചെറിയൊരു പറമ്പ് പോലെ ഇട്ടേക്കാം, പക്ഷേ അവിടെ അത് നമുക്ക് ശരിക്കും വണ്ടി കയറ്റിയിടാനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടെയും നമുക്ക് മരങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്